ഹോണ്ട. ഹോണ്ട എന്ന പേര് കേൾക്കുമ്പോൾ ഓരോ വാഹനപ്രേമിയുടെ മനസ്സിലും ആദ്യം ഓടിയെത്തുന്നത് യുണീക്കോണും ആക്റ്റീവയുമായിരിക്കും. യുണീക്കോൺ അതിൻ്റെ കംഫോർട്ട് കൊണ്ടും സ്റ്റൈല് കൊണ്ടും ഫീച്ചർ കൊണ്ടും ഒരുപാട് മാറിയിരിക്കുന്നു. OBD2B യുണീക്കോണിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഹോണ്ട കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾക്ക് ഒന്ന് കണ്ടാലോ ഹോണ്ടയുടെ OBD2B യുണീക്കോൺ? വാഹനം കാണുമ്പോൾ വാഹനത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രകടമായ മാറ്റം എന്ന് പറയുന്നത് LED ലൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് ഹോണ്ട യുണീക്കോൺ OBD2വിൽ വന്നിട്ടുള്ളത്. പുതിയ LED ലൈറ്റുകൾ വാഹനത്തിൻ്റെ ഡിസൈനിൽ എടുത്തു പറയത്തക്ക ഒരു എലമെൻ്റായിട്ട് മാറിയിട്ടുണ്ട്. അത് വാഹനത്തിൻ്റെ ഭംഗി ഒന്നും കൂടെ വർദ്ധിപ്പിക്കുകയാണ്. പൊന്നുംകുടത്തിന് ഒരു പൊട്ട് എന്ന രീതിയിൽ പുതിയ LED ഹെഡ്ലൈറ്റ് വന്നിട്ടുള്ളത്. LED ലൈറ്റുകൾക്ക് ശേഷം നമ്മൾ കാണുന്നത് ഹെഡ് ഡ്രോപ്പ് പോലുള്ള ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്ററും ഈ LED ലൈറ്റും എല്ലാം കൂടെ ചേരുമ്പോൾ ഫ്രണ്ടിൽ നല്ല ഒരു ആനച്ചന്തമാണ്. അതും കറുപ്പിൻ്റെ 7 അഴകുള്ള ആനച്ചന്തം വർണ്ണിക്കാൻ സാധിക്കും. പിന്നീട് സൈഡിൽ നിന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വാഹനത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് യുണീക്കോണിൽ വന്നിട്ടുള്ളത്. യുണീക്കോണിൽ ആദ്യമായിട്ട് OBD2B വെഹിക്കിൾസിൽ ഹോണ്ട ചാർജേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതും ചാർജിങ് സോക്കറ്റ് അല്ല, ചാർജറാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ജസ്റ്റ് ഒരു C ടൈപ്പ് ഡാറ്റ കേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ഫോണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മീറ്റർ. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ കാലം നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള നമ്മുടെ മീറ്റർ എലമെൻറ്റ് ഫുള്ളി ഡിജിറ്റലായി മാറിയിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഇൻഡിക്കേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് ഉണ്ട്, ഹെഡ്ലൈറ്റ് ഡിം ആൻഡ് ബ്രൈറ്റിൻ്റെ ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എൻജിൻ വാർണിംഗ് ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്രൽ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ഏത് ഗിയറിലാണ് വാഹനം കിടക്കുന്നത്, അതുപോലെ തന്നെ എത്ര RPM ഉണ്ട്, ഫ്യുവൽ ലെവൽ, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണുവാൻ സാധിക്കും. കൂടാതെ ക്ലോക്ക് ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് മറ്റേ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ആവറേജ് മൈലേജ് എത്രയാണ് എന്ന് കാണുന്നുണ്ട്, അതുപോലെ ട്രിപ്പ് മീറ്റർ എല്ലാം അടങ്ങുന്ന ഒരു എൻറ്റയർലി ഫുള്ളി പാക്ഡ്, അതായത് യുണീക്കോൺ കൊണ്ട് നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുമോ ആവശ്യമുള്ള രീതിയിലേക്കുള്ള ഒരു മറ്റേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഹോണ്ട യുണീക്കോണിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. യുണീക്കോൺ എടുക്കുന്ന ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദനയില്ലാതെ സമാധാനമായിട്ട് വാഹനം ഓടിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് യുണീക്കോൺ എടുക്കുന്നത്. യുണീക്കോണിൽ ഒരുപാട് ഫീച്ചറുകൾ ഹോണ്ട കുത്തി നിറച്ചിട്ടില്ല, എന്നാൽ വച്ചിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊരു യാത്രക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന ഫീച്ചറുകൾ മാത്രമാണ് ഹോണ്ട യുണീക്കോണിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എന്തൊക്കെയാണ് അതിനുള്ള ഫീച്ചേഴ്സ് എന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണ് ഹോണ്ട യുണീക്കോണിൻ്റെ പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് ഹോണ്ട വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. അതോടൊപ്പം അതിവിടെ നിന്ന് അടിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ സ്വതസിദ്ധമായ മറ്റേ അലോയ് വീലുകളും, അതുപോലെ തന്നെ നല്ല ഗ്രിപ്പുള്ള ടയേഴ്സും, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. വിത്ത് ABS ഫെസിലിറ്റിയോട് കൂടിയാണ് ഹോണ്ടയുടെ പുതിയ ബ്രേക്കിംഗ് സിസ്റ്റം വന്നിട്ടുള്ളത്. ഹാൻഡിൽ ബാറുകളിൽ നമുക്ക് പാസ് ലൈറ്റിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. ആ പാസ് ലൈറ്റ് ഇൻഡിക്കേഷനും നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അടിയിലേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റർ, പിന്നെ ഹോണ്ട സ്വിച്ച്, എൻജിൻ കിൽ സ്വിച്ച്, അതായത് വാഹനം എൻറ്റയർലി ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ച് നമ്മൾ ഇവിടെ എൻജിൻ സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ ഹോണ്ട അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്വിച്ചും ഹോണ്ടയുടെ യുണീക്കോണിൽ ഹാൻഡിൽ ബാറിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം സൈഡിലേക്ക് വരുമ്പോൾ പഴയ ഹോണ്ടയുടെ മനോഹരമായ മസ്കുലർ ടാങ്ക് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ കിക്കർ, ബ്രേക്ക് പെഡൽസ്, അതുപോലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഫൂട്ട് റെസ്റ്റുകൾ, ഇതെല്ലാം ഹോണ്ട യുണീക്കോണിൽ നമുക്ക് പഴയ ഡിസൈനിൽ തന്നെ, അതുപോലെ തന്നെ പഴയ എലമെൻറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണുവാൻ സാധിക്കും. അതിനുശേഷം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ്, നമ്മുടെ വളരെ മനോഹരമായിട്ടുള്ള ഹോണ്ടയുടെ യുണീക്കോണിൻ്റെ ആ പഴയ രീതിയിലുള്ള ബ്രേക്ക് ലൈറ്റ്, അതും ഈ വാഹനത്തിൽ അതുപോലെ തന്നെ ഹോണ്ട നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറയുന്നത് ഹോണ്ടയുടെ സീറ്റാണ്. ഹോണ്ടയുടെ സീറ്റ് ഏതൊരാൾക്കും, ഏതൊരു വലിയ ആൾക്കും അതുപോലെ തന്നെ ചെറിയ ഒരാൾക്കും സുഖകരമായി ഇരിക്കാൻ പറ്റുന്ന, സുഖകരമായ കുഷനിങ്ങോട് കൂടിയിട്ടുള്ള സീറ്റുകളാണ് ഹോണ്ടയുടെ യുണീക്കോണിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹോണ്ട യുണീക്കോൺ OBD2വിലേക്ക് വരുമ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ പ്രകടമായ മാറ്റമുണ്ട്. ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങൾക്കും പുതിയ OBD2B നോംസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മൈലേജ് വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഹോണ്ടയുടെ യുണീക്കോണിൻ്റെയും മൈലേജ് കൂടിയിട്ടുണ്ട്. നമുക്ക് വളരെ കംഫോർട്ടും വളരെ സുഖകരമായ യാത്രയും അതോടൊപ്പം തന്നെ അടിപൊളി മൈലേജും തരുന്ന ഒരു ബെസ്റ്റ് വാഹനമാണ് ഹോണ്ടയുടെ യുണീക്കോൺ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും കണ്ണും അടച്ച് എടുക്കാൻ പറ്റുന്ന വാഹനമാണ് ഹോണ്ടയുടെ യുണീക്കോൺ. ഹോണ്ടയുടെ മോണോഷോക്ക് സസ്പെൻഷൻ, അതുപോലെ തന്നെ ഹോണ്ടയുടെ ഡിജിറ്റൽ മീറ്റർ, ഇതെല്ലാം
നമുക്ക് ഒരു റൈഡർക്ക് വേണ്ട ഇൻഫർമേഷനുകളും അതുപോലെ തന്നെ കംഫർട്ടും തരുന്നുണ്ട്. ഹോണ്ട ഏതൊരു റൈഡറിൻ്റെയും ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും.